എല്ലാവർക്കും എക്സാം മീറ്ററിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2023 നടന്നിട്ടുള്ള ബികോം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇപ്പോൾ നടന്ന 2 എക്സാമും എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്ന രീതിയിൽ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? നല്ലൊരു ജോബ് കിട്ടുക എന്നുള്ളത്. അപ്പം നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് അങ്ങ് പോകണം. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്? എന്താണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്? ആദ്യത്തെ സെഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സീലിംഗ് ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ആൻസർ ചെയ്യുക. എന്താണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്പർ ഓഫ് മാർക്കറ്റ് സെഗ്മെന്റ് ആയിട്ട് ഇതിനെ തിരിക്കും അല്ലേ? മാർക്കറ്റ് സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ സെഗ്മെന്റിനും ഡിഫറെന്റ് മാർക്കറ്റിംഗ് മിക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മൊത്തത്തിലുള്ള മാർക്കറ്റിന് മെയിൽ ആൻഡ് ഫിമെയിൽ അല്ലേ? ഇനി ഓരോ കാറ്റഗറിക്ക് പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ അതൊക്കെ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിങ്ങിന് ഉദാഹരണമാണ്. ദെൻ എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പീപ്പിൾ ബൈ ചെയ്യുന്നത്, വാട്ട് ദേ ബൈ, എന്ത് വാങ്ങുന്നു, എപ്പോൾ വാങ്ങുന്നു, എങ്ങനെ വാങ്ങുന്നു, എന്തുകൊണ്ട് ആ പ്രൊഡക്ട്സ് വാങ്ങുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത് പറയുന്നത്? കൺസ്യൂമർ ബിഹേവിയർ. ദെൻ വാട്ട് ഈസ് eavesdropping? eavesdropping എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് ലിസണിങ്, റെക്കോർഡിംഗ് ഓർ ഇന്റർസെപ്റ്റിംഗ് പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ. സ്വകാര്യമായിട്ട് ആളുകൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ലിസൺ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ആ പരിപാടിയാണ് എന്ന് പറയുന്നത് eavesdropping എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് എന്ത് പറയുന്നത്? കൺസ്യൂമർ. കസ്റ്റമർ എന്ത് ചെയ്യും? വാങ്ങിക്കും, പക്ഷെ അയാൾ തന്നെ ഉപയോഗിക്കണം എന്ന് ഇല്ല. ദെൻ വാട്ട് ഇസ് ടാർഗറ്റ് മാർക്കറ്റിംഗ്? ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്സ് എല്ലാം ഏതൊരു ഗ്രൂപ്പിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്ട്രാറ്റജീസും നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഫുൾ എഫേർട്ട് ഉണ്ടായിരിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. വിഷ്വൽ, സ്പോക്കൺ ആവാം, വിഷ്വൽ ആയിരിക്കാം, സ്പോക്കൺ ആയിരിക്കാം, റിട്ടേൺ ആയിരിക്കാം. സെയിൽസ്മാൻഷിപ്പ് അഡ്മിൻ ഉണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് സെയിൽ. ദെൻ ഗ്രേഡ് ലേബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗ്രേഡ് ലേബൽ എന്നാൽ എന്താണെന്നുള്ളതാണ്. ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയാണ്, പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഗ്രേഡ് ലേബൽ എന്ന് പറയുന്ന. പ്രൊഡക്ട്സിന് ഗ്രേഡ് എ, ഗ്രേഡ് ബി അങ്ങനെയൊക്കെ സോപ്പുകളിൽ കാണാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണ്? ഗ്രേഡ് ലേബലിന് ഉദാഹരണമാണ്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് സെയിൽസ് പേഴ്സണും ദെൻ നമ്മുടെ ഒരു ബയറും ഉണ്ടായിരിക്കുമല്ലോ, പ്രോബബിൾ ബയർ, അവരുമായിട്ടുള്ള. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കും. ഒരു സെയിൽ ഇൻക്രീസ് ചെയ്യാനുള്ള മോസ്റ്റ് എഫക്റ്റീവ് ടൂൾ ആണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്? കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ബേസിക് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആഡിങ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓർ മാർജിൻ. അതായത് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മേലെ പ്ലസ് എന്ത് ചെയ്യുന്നു? അതിനോട് കൂടെ ഒരു പ്രോഫിറ്റും മാർജിനും കൂടി ആഡ് ചെയ്തതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് സ്ട്രോങ് ഇമ്പാക്ട് ഓൺ പബ്ലിക് അവയർനെസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എ ഗുഡ് ആൻഡ് ഫേവറബിൾ ഇമേജ് ആൻഡ് ഹെൽപ്സ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്ട്സ്, സ്ട്രെങ്തൻ employee morale and more credible than advertising. ചാനൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ചാനൽ മെമ്പേഴ്സ് തമ്മിൽ ഇടയിലുണ്ടാവുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്? ചാനൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലോജിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ആണ്. ഓർഡർ പ്രോസസ്സിംഗ് ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്, ഇൻവെന്ററി കൺട്രോൾ, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ.
ഈ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിനെ കുറിച്ച് നമുക്ക് ഉള്ളൊരു ഒപ്പീനിയൻ ഉണ്ടല്ലോ, വെദർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് വാട്ട്സ് കോൾഡ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. ദെൻ എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദി എം-കൊമേഴ്സ്. എം-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ കൊമേഴ്സ് ആണ്. അതിന് വൈഡർ റീച്ച് ആണ്, ലോ കോസ്റ്റ് ആണ്, കൺവീനിയന്റ് ആണ്, ആക്സസിബിൾ ആണ്, ഈസി കണക്ടിവിറ്റി, പേഴ്സണലൈസേഷൻ, ടൈം എഫിഷ്യൻറ്റ്. ദെൻ അടുത്തത് വാട്ട് ഈസ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് ഓൺലൈൻ ഐഡന്റിറ്റി തെഫ്റ്റിനെയാണ് ഇത് പറയുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൺലൈൻ ത്രൂ സൈറ്റ്സ് ഇമെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഴ്സണൽ ഡീറ്റെയിൽസ് തെഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ സെഷനിൽ. ഇനി അടുത്ത 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പ്രോസസ് ഓഫ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ്. ഒന്നാമത്തത് ഞാൻ പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അൺസാറ്റിസ്ഫൈഡ് വാൺസ് റെക്കഗ്നൈസ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഓരോ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മളൊരു പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നു, ആ ഡിസിഷൻ ദെൻ പർച്ചേസ് ബിഹേവിയർ. ദെൻ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഈ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ്, ഇത് മോഡേൺ ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ലിമിറ്റഡ് ഇൻട്രാക്ഷൻസിനെ കസ്റ്റമേഴ്സുമായിട്ടുള്ളൂ, ഹൈ ഡിഗ്രി ഓഫ് ഇൻട്രാക്ഷൻ നടക്കും. ഇവിടെ ട്രാൻസാക്ഷൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും, ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരിക്കും. ദെൻ മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ ഒക്കെ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചിലവ് കൂടുതലായിരിക്കും, ഇവിടെ ചിലവ് കുറവായിരിക്കും. ദെൻ ഒരേ മെസ്സേജ് ആണ് ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. കസ്റ്റമർ ആയിരിക്കും ഇവിടെ ടാർഗറ്റ്. ഇവിടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ട് ഓഫ് നമ്മുടെ ഒരു സംരംഭത്തിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ബേസ്ഡ് ഓൺ സെഗ്മെന്റേഷൻ ആണ്, ബേസ്ഡ് ഓൺ കമ്മ്യൂണിറ്റീസ്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ വാരിയസ് സ്റ്റെപ്സ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. ടാർഗറ്റ് മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്സ് ആണ്. ഒന്ന്, മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യണം, മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യണം, ഡിസൈൻ ദ മാർക്കറ്റിംഗ് മിക്സ്, ദെൻ പ്രോഡക്റ്റ് പൊസിഷനിങ്. ഇത്രയാണ്. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി പറയാനുള്ളത്. ഒരു മിനിറ്റ് കേട്ടോ, ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനത് അവിടെ കൊടുത്തിട്ടില്ല, ഉള്ളത് ഞാനങ്ങ് പറയാം. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് IMC. IMCയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്, ഇൻക്രീസ്ഡ് സെയിൽസ്, കൺസിസ്റ്റന്റ് ആൻഡ് ക്രെഡിബിൾ മെസ്സേജസ് ആണ്, ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ആണ്, ദെൻ എലിമിനേറ്റ്സ് ഡ്യൂപ്ലിക്കേഷൻ, ഇന്ററാക്ടിവിറ്റി. ദെൻ എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ദി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് ആണ്. ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കറണ്ട് കസ്റ്റമേഴ്സിനെ കുറിച്ച്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കുറിച്ച്, അവരുടെ ബിഹേവിയറിനെ കുറിച്ചും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക. ദെൻ കസ്റ്റമർ മോട്ടിവേഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കണ്ടെത്തുക. ബാർഗെയിനിങ് കാരണം ഒരുപാട് മിഡിൽ മാൻ ഉണ്ടായിരിക്കും, അപ്പോൾ അവരുമായിട്ടുള്ള ബാർഗെയിനിങ് പ്രൈസ് കാര്യങ്ങൾ, ടേംസ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യുക. ഫൈനാൻസിങ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻസിങ്. ദെൻ റിസ്ക് ബിയറിംഗ് സർവീസസ്, മാർക്കറ്റിംഗ് റിസർച്ച്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ദെൻ ഡിറക്റ്റ് മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് തമ്മിലുള്ള വ്യത്യാസം. ഡിറക്റ്റ് മാർക്കറ്റിങ്ങിൽ സെല്ലിംഗ് ടു ഇൻഡിവിജ്വൽ, പ്രൊമോട്ട്സ് സെല്ലിംഗ് ടു ഇൻഡിവിജ്വൽസ്, ഇത് മാസ് സെല്ലിംഗ് ആണ്. ഇവിടെ ബിൽഡ് പേഴ്സണൽ റിലേഷൻ ആയിരിക്കും. ദെൻ കനോട്ട് ബിൽഡ് പേഴ്സണൽ റിലേഷൻ, ദെൻ ഇറ്റ് കൺട്രോൾസ് എ പ്രൊഡക്റ്റ് അണ്ടിൽ ഡെലിവറി ആൻഡ് ഇറ്റ് മേ ലോസ് കൺട്രോൾ ഓവർ ദി പ്രൊഡക്ട്സ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് image awareness line. Recall and loyalty. അടുത്തത് ഈ ലേബലിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്. ലേബൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ട്സിന്റെ പാക്കറ്റുമേൽ ആ പ്രൊഡക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും, പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ്, അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതിനെ എത്ര സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ല. അതാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ദെൻ ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്നു, പ്രൊഡക്ട്സിന്റെ പ്രൈസ് കൊടുക്കാൻ സഹായിക്കുന്നു, അഡ്വർടൈസിങ്ങിനും സഹായിക്കുന്നു. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ട് ഇലിറ്ററേറ്റ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വായിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കൂടും. ദെൻ എഫക്റ്റീവ് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ എഫക്റ്റീവ് ആവുള്ളൂ. സെക്ഷൻ സിയിൽ ചോദിച്ചിട്ടുള്ളത്
different security tools used for manage risk in internet marketing. അപ്പോൾ ഇന്റർനെറ്റ് മാർക്കറ്റിങ്ങിലുള്ള ഡിഫറെൻറ്റ് സെക്യൂരിറ്റി ടൂൾസ് ആണ്. ഒന്ന് ആൻറ്റിവൈറസ് പ്രോഗ്രാംസ്, ആൻറ്റി ഓഡിറ്റ് ലോക്സ്, ഫയർവാൾസ്, ബാക്കപ്സ്, എൻക്രിപ്ഷൻ. അതിൽ സിമെട്രിക്കും ഉണ്ട് അസിമെട്രിക്കും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. എസ് ആണ് കേട്ടോ. വാട്ട് സ്യൂട്ടബിൾ ഡു യു ചാനൽ മീൻ ബൈ what do you the questions ചെറിയൊരു mistake. What do you mean by channel of distribution? Channel of distribution എന്ന് പറഞ്ഞാൽ എന്താണ്? Then factors to be considered while selecting channel of distribution. Channel of distribution എന്ന് പറഞ്ഞ ഒരു പാത്താണ്. നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കാനുള്ള ഒരു പാത്താണ് എന്ത് പറയുന്നത്? ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അതിലൂടെയാണ് ആ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ? അപ്പോൾ നമുക്കറിയാം 1 ലെവൽ, 2 ലെവൽ, 3 ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട? പ്രൊഡക്ട്സിന്റെ നേച്ചർ, ദെൻ നേച്ചർ ഓഫ് ദി മാർക്കറ്റ്, ബൈയിങ് ഹാബിറ്റ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, മിഡിൽമെൻ, ദെൻ കോസ്റ്റ് ഓഫ് ചാനൽ, കോമ്പറ്റീഷൻ, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ദി പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിന്റെ പ്രിൻസിപ്പിൾസും അഡ്വാൻറ്റേജസും ആണ് ചോദിച്ചിട്ടുള്ളത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാർജർ പ്രോഫിറ്റ് കിട്ടും. സെയിൽസ്മാൻസിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന് കോൺടാക്ട് ഉണ്ടായിരിക്കും. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ, പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റും. ഫേമിന്റെ ഗുഡ് വില് വർദ്ധിക്കും. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ച് നല്ല വിവരം കിട്ടുന്നതായിരിക്കും. ബെസ്റ്റ് ഗുഡ് ഏതാണ് നല്ല ഗുഡ്സ് എന്നുള്ള വെച്ചാൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ കൺസ്യൂമേഴ്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഇയാളെ ഏത് പ്രൊഡക്ട്സ് വാങ്ങണം എന്നുള്ളതിൽ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ സഹായിക്കും. ദെൻ സൊസൈറ്റിക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കുറേ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യും. ദെൻ എഡ്യൂക്കേഷൻ വർദ്ധിക്കും എന്നുള്ളതാണ്. പ്രൊഡക്ട്സ് വൈസ് ഓരോ ഇതിനെക്കുറിച്ചും എഡ്യൂക്കേഷൻ വർദ്ധിക്കും കൺസ്യൂമേഴ്സിന്. സോ ഇറ്റ് ക്രിയേറ്റ്സ് ഡിമാൻഡ് ഫോർ ലക്ഷറി ആൻഡ് കംഫർട്ട്സ് ഗുഡ്സ്. ദെൻ അട്രാക്റ്റീവ് കരിയേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ജോലി കിട്ടും. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൊഫഷണലിസം വേണം, നെഗോസിയേഷൻ ചെയ്യാനുള്ള കഴിവ് വേണം, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, കമ്പനി ആൻഡ് പ്രോഡക്റ്റ് നോളേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. ദെൻ റൈറ്റ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ദി ഇ കോമേഴ്സ്, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തിട്ട് നടത്തുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ടു കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ദി ഇ കോമേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഒരു ഗൗരവത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? എക്സാമിനെ കാണുക. എല്ലാവരും നല്ല ഗൗരവത്തോടു കൂടി എക്സാമിനെ കണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് ഒരു ജോബ്, നല്ല ജോബ് കിട്ടണമെങ്കിൽ നല്ലൊരു സബ്ജക്ട് നോളേജും എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. അല്ലാതെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യല്ല നമ്മുടെ ഉദ്ദേശം. ഇൻ ഫ്യൂച്ചർ നമ്മളെ ഏറ്റവും നല്ല ഒരു ജോലിയൊക്കെ ഉള്ള കുട്ടികളായിട്ട് മാറട്ടെ. അപ്പം എല്ലാവർക്കും എല്ലാ വിഷസും. താങ്ക് യു.